പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ജ്യോതിഷത്തിൽ രാജകുമാരനായ ബുധൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രയാണം, ആ യാത്ര എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. നിങ്ങൾക്കറിയാം, ജ്യോതിഷത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാകുന്നു ബുധൻ. ഏത് ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഏത് വീടുകളിലും എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അയാൾ എല്ലാ വിഷയത്തിലും സജീവമായി ഇടപെടും. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലും നമ്മളുടെ വീടുകളിലും കുടുംബത്തിലുമൊക്കെ നാം കാണും. അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് നവഗ്രഹത്തിൽ ബുധൻ. ആ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും. ആരുടെ കൂടെ കൂടിയാലും ആ ബുധൻ പല രീതിയിലുള്ള യോഗങ്ങൾ ഉണ്ടാക്കും. പല ഗ്രഹങ്ങളും ദിഗ്രഹ യോഗങ്ങൾ വരുമ്പോൾ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ ദോഷഫലവും, ശുഭഗ്രഹങ്ങളോട് കൂടുമ്പോൾ ശുഭഫലവും പ്രദാനം ചെയ്യും. പക്ഷെ ബുധൻ അങ്ങനെയല്ല. ബുധൻ ആരുടെ കൂടെ നിൽക്കുന്നു, ചാരി നിൽക്കുന്നു, ആ ഗ്രഹത്തോടു കൂടെ നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും. ശനിയും ബുധനും തമ്മിലുള്ള ദിഗ്രഹയോഗം അത്ര നല്ലതായി കാണാറില്ല. മായാപടു ലംഘക എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ മായയിൽ പടുവായിരിക്കും. അയാൾ വളരെ പുകമറയോടുകൂടി കാര്യങ്ങൾ നീങ്ങും, ഓപ്പൺ ആയിരിക്കില്ല. ലംഘക ഗുരുവചനാതിക്രാമി, ഒരിക്കലും ഗുരുജനങ്ങളെ ബഹുമാനിക്കില്ല, അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ല എന്നൊരു സ്വഭാവം ശനിയും ബുധനും തമ്മിലുള്ള ആ ദിഗ്രഹ യോഗത്തിൽ പരാമർശിക്കുന്നു. അതത്ര നല്ല യോഗമല്ല. ബാക്കി സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ നിപുണയോഗമായി, ചന്ദ്രനോട് കൂടിയും നിൽക്കുമ്പോൾ നല്ല ഫലമാണ്. സത്യപ്രസിദ്ധവാക്യം അർത്ഥനിപുണം, കാശുണ്ടാക്കാൻ വളരെ നിപുണനായിരിക്കും. സൗഭാഗ്യ കീർത്തിയനിതം, നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുമെന്ന് ഫലം പറയുന്നു. ചൊവ്വയോട് കൂടിയിരിക്കുമ്പോഴോ മൂലാദി സ്നേഹ കൂടിയൊരു വ്യവഹൃതി വണി ബാഹുയോദ്ധ, കൈകൊണ്ട് യുദ്ധം ചെയ്യും, കൈക്കരുത്തുണ്ടാകും, അയാൾ വലിയ വ്യാപാരിയാകും. വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വലിയ സംഗീതജ്ഞനാവും, നൃത്തജ്ഞനാവും. ശുക്രനോട് കൂടെ നിൽക്കുമ്പോൾ വാഗ്മിയാകും, നേതൃത്വ ഗുണം പ്രകടിപ്പിക്കും. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ബുധൻ ആരുമായി ചേരുമ്പോഴും ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ എന്നുള്ളതാണ്. ഏതായാലും ബുധൻ ഇതാ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടകത്തിൽ ബുധൻ്റെ ആശ്രയ ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം. ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ. സൗമ്യനാണ്, സോമൻ്റെ പുത്രനാണ്, ചന്ദ്രപുത്രനാണ് ബുധൻ. അങ്ങനെയുള്ള ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ചന്ദ്രനാണ്. തന്നെ ജനിപ്പിച്ച ചന്ദ്രനാകുന്നു ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു. ഇവിടെ ആശ്രയഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം. കർക്കിടകത്തിലെ ബുധൻ നിൽക്കുമ്പോൾ ജലാർജിത സ്വജനസ്യ ശത്രു, ജലത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ്. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കർക്കിടകത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അയാൾ ജലത്തിലൂടെ, കർക്കിടകൻ ജലരാശിയാണ്, അതിലൂടെ ധനം ലഭിക്കും. സ്വജനസ്യ ശത്രു, സ്വന്തം ജനങ്ങൾ ശത്രുവാകുമെന്നൊരു ഫലവുമുണ്ട്. പല ജാതകത്തിലും തുലാൻ ലഗ്നമായി 10ാം ഭാവം കർക്കിടക രാശി വന്നവരുടെ ബുധൻ വരുമ്പോൾ അവർ ലോജിസ്റ്റിക്സിൽ വളരെയധികം ശോഭിക്കാറുണ്ട്. അവർ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച് ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെടുന്ന സാങ്കേതിക രംഗങ്ങളിൽ മികവ് പുലർത്താറുണ്ട്. അവർ ഷിപ്പിൽ പോകാറുണ്ട്. കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഭക്ഷ്യ വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ വ്യാപരിക്കാറുണ്ട്. ഇപ്രകാരം ബുധനും രാഹുവും കൂടി വരികയാണെങ്കിൽ അയാൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വളരെയധികം ശോഭിക്കും. ഇപ്രകാരം ഓരോ ഗ്രഹത്തിനോടുകൂടി ബുധൻ യോഗം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇനി എപ്പോഴാണ് ബുധൻ ചാരവശാൽ കർക്കിടകത്തിലേക്ക് വരുന്നത് എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200 മിഥുനമാസം 8ാം തീയതി ബുധൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 70 ദിവസക്കാലം കർക്കിടകൻ രാശിയിലുണ്ട്. 1201 ചിങ്ങമാസം 14ാം തീയതി വരെ. ഇപ്രകാരം 70 ദിവസക്കാലമാണ് കർക്കിടകൻ രാശിയിൽ ശത്രു സങ്കേതത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നത്. 2025 ജൂൺ മാസം 22ാം തീയതി മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള ദിനങ്ങളിലാണ് ബുധൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണ് എന്ന് ചിന്തിക്കാം.
മകേരി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 2ാം ഭാവാധിപനാണ്. നാം ശ്രദ്ധിക്കണം, മിഥുനൻ രാശിയുടെ അധിപനായ ഗ്രഹമാണ് ബുധൻ. അത് 2ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്രകാരം തന്നെ ബുധൻ 4ാം ഭാവാധിപനും കൂടിയാണ്. അതിനാൽ ഒരു വ്യക്തിയുടെ സർവോതോമുഖമായ ദേഹത്തിൻ്റെ സ്ഥിതി, ശ്രേയസ്, പ്രശസ്തി, എല്ലാവിധ യാത്രകളും, വീട്, ജന്മഗൃഹം, സുഖം, സ്വസ്ഥത, വാഹനങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കർക്കിടകൻ രാശിയിലാണ്. ഇവിടെ പൂർവികമായ സ്വത്തിൻ്റെ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത്. സൗമ്യ ലഗ്നഗതേ പുരാർജിത ധനാനമയവ വൃദ്യുദ്ഭവ പാത്രാപ്തിർ ഭരണീയ രഞ്ജനസുഖം പൃഷ്ടേതിയായ ഫലം. തന്നാൽ ഭരിക്കപ്പെടുന്ന വ്യക്തികൾക്ക്, ഭാര്യ സന്താനങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും, പൂർവികമായ നഷ്ടപ്പെട്ട സ്വത്ത് കിട്ടുമെന്നാണ്. അതിനാൽ പലപ്പോഴും ഈ ഒരു 70 ദിവസക്കാലം ഭൂമി വാങ്ങുക, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിന്തിക്കുക, വീട് നിർമ്മാണവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലേക്ക് വ്യാപൃതനാകണം. എത്ര പ്രയാസമുണ്ടെങ്കിലും 2ലെ ബുധൻ കാശ് കൊണ്ടുതരും. അതാണ് 2ാം ഭാവം ധനസ്ഥാനമാണ്. ജലാർജിത സ്വഹ, ജലത്തിലൂടെ ധനം ലഭിക്കുമെന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. പലപ്പോഴും വിദേശത്തുള്ള സുഹൃത്തുക്കളുടെ കാശ് തരാം, അല്ലെങ്കിൽ തൻ്റെ സ്വത്ത് നല്ല രീതിയിൽ വിദേശത്തുള്ള സുഹൃത്തുക്കൾക്ക് വിറ്റ് തനിക്ക് കാശുണ്ടാക്കി തനിക്ക് സൗകര്യമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറാം. ഇതിനൊക്കെ അനുകൂലമാണ് ഈ ബുധൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. 2ൽ ബുധൻ നിൽക്കുമ്പോൾ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞത് ഒറ്റൊരു ഫലം മാത്രമാണ്, ഒരു വാക്ക് മാത്രമാണ്. ധനി, ഇയാൾ ധനികനാകും. ധനമസ്യ അസ്ഥിതി ധനി, ധനമുള്ളവനാകും. ചമത്കാരം എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന ഫലം വളരെ നല്ലതാണ്. ധനേ ബുദ്ധിമാൻ ബോധനെ ബാഹുദേശാഹ സഭാസംഗതോ ഭാസതേ വ്യാസേവ. ഇയാൾ സദസ്സിൽ ശോഭിക്കും, നല്ല വാക് ചാതുര്യമുണ്ടാകും 2ൽ ബുധൻ നിൽക്കുമ്പോൾ. അതിനാൽ തൻ്റെ വാക്ക് ആവശ്യത്തിന് പ്രവർത്തിക്കേണ്ടുന്ന സ്ഥലത്തൊക്കെ തനിക്ക് ഉപയോഗിക്കാം. ഈ 70 ദിവസക്കാലം പ്രചാരകന്മാരായാലും പ്രവാചകന്മാരായാലും രാഷ്ട്രീയക്കാരായാലും മത മേലധ്യക്ഷന്മാരായാലും സാധാരണ വയത് വായിക്കുന്ന വ്യക്തിയായാലും തനിക്കൊരു ഊർജം കൈവരും 2ലെ ബുധൻ. അതിനെ ഉത്സാഹിക്കണം. വാക്കുകൊണ്ട് ജീവിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. ടീച്ചേഴ്സ്, പ്രഭാഷകർ, എഴുത്തുകാർ, മറ്റെല്ലാ റെപ്രസെൻറ്റേറ്റീവ്സ്, എല്ലാവർക്കും ഈ ബുധൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. സഭാസംഗതോ ഭാസതേ വ്യാസേവ. ഇയാൾ സദസ്സിൽ ശോഭിക്കും. ഇയാൾ പാണ്ഡിത്യം ജനങ്ങൾ അംഗീകരിക്കും. വിദ്വാൻമാരുടെ പ്രശസ്തി ലഭിക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ. പൃഥൂധാരത കൽപ്പവൃക്ഷസ്യ തദ്വൽ. താൻ കൽപ്പവൃക്ഷത്തിനെ പോലെ ഔദാര്യം പ്രകടിപ്പിക്കും. തനിക്ക് ഉള്ള കാശൊക്കെ തനിക്കും എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് ചാരിറ്റി, ധാർമ്മികമായി ചാരിറ്റി ചെയ്യാം, ധർമ്മപ്രവൃത്തികൾ ചെയ്യാം. ഈ സമയത്ത് നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിലെ പുനരുദ്ധാരണമൊക്കെ ഉണ്ടെങ്കിൽ ആവുന്ന രീതിയിൽ സഹായിക്കണം. അത് വളരെ ഉപകാരമായി വരുന്നതാണ്. ഭോഗത ശൽപദോയം, ഷൽപദത്തിനെ പോലെ, പൂമ്പാറ്റയെ പോലെ, ചിത്രശലഭത്തെ പോലെ അദ്ദേഹം ഭോഗിക്കും. ചിത്രശലഭം ഓരോ പൂവിൽ നിന്നും തേനെടുത്ത് അടുത്ത തേനെടുക്കാൻ പോകുന്നു. അതിനാൽ പല സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു. വളരെ പ്രണയിയാകാൻ ഒരു വലിയ അസുലഭമായ സമയമുണ്ടാകുന്നു. സ്വതവേ മിഥുന രാശിയുടെ സ്വഭാവം തന്നെ അതാണല്ലോ. സ്ത്രീലോല സുരതോപചാര കുശല. സുരതത്തിലും മറ്റുള്ളവരെ ഉപചരിക്കുന്നതിലും സ്ത്രീകളിലും ഒക്കെ ലോലത്വം പ്രകടിപ്പിക്കുന്നവരാണ്. ഇവിടെ സൂര്യനും വ്യാഴവും കൂടെ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ 2ൽ യോഗകാരകനാണ് ബുധൻ. അത് വേസിയോഗമാണ്. വേസിസ്ഥാനേജ സദ്ഗ്രഹേ. സൂര്യൻ്റെ 2ൽ ബുധൻ വേസിയോഗം ചെയ്യുമ്പോൾ അത് നല്ലൊരു യോഗമാണ്. അതിനാൽ മിഥുന രാശിക്കാർക്ക് 70 ദിവസം ഇവിടെ ജന്മവ്യാഴമുണ്ട്, എല്ലാ ബുദ്ധിമുട്ടുണ്ട്, കണ്ടകശനിയുണ്ട്. പക്ഷേ ഈ ഒരു സമയം നല്ല സമയമാണ്. ഏറ്റവും നല്ലത് റിയൽ എസ്റ്റേറ്റുകാർക്ക്, ലോട്ടറി കച്ചവടക്കാർക്ക്, മധ്യസ്ഥം പറഞ്ഞ് കാശ് വാങ്ങുന്നവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമാണ്. ഉത്സാഹിക്കുക, വളരെ അനുകൂലമായി കാര്യങ്ങൾ നീളും. നന്ദി, നമസ്കാരം.